എനിക്കിപ്പോഴും മനസ്സിലായി എന്താണ് ഈ സാധനത്തിന് ആൾക്കാർക്ക് ഇത്ര ഫാൻസ് എന്നുള്ളത്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള റെസ്റ്റോറൻ്റാണ് നാസിയമിയും ലിറ്റിൽ സോയും നമ്മുടെ ചോപ്സ്റ്റിക്സ് ഒക്കെ. അപ്പം ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട റെസ്റ്റോറൻറ്റിലേക്ക് കയറി വന്നിരിക്കുകയാണ് ഇതും. പിന്നെ നിങ്ങൾക്ക് ടിബറ്റൻ ഷെഫിനെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, അത് എന്താ പറയുക, ഞങ്ങളുടെ തറവാടാണ്. വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ കുറേ നാളായിട്ട് വരണമെന്ന് വിചാരിച്ച ഒരു ബക്കറ്റ് ലിസ്റ്റ് സ്പോട്ടിൽ നമ്മൾ ഫൈനലി എത്തിയിരിക്കുകയാണ്. ഏറ്റവും വലിയ രസം ഇത് കുറേ നാൾ തപ്പിയെടുത്തത് ഇത് ഇവിടെ ആയിരുന്നു എന്നുള്ളത് ഇന്നാണ് അറിഞ്ഞത്. എന്തായാലും ലെറ്റ്സ് കിംചി ഒരു പ്രോപ്പർ ഓത്തൻറ്റിക് കൊറിയൻ ക്യുസീൻ കിട്ടുന്ന ഒരു കടയാണ് കേട്ടോ. അപ്പോൾ പറവയിലൊക്കെയുള്ള നമ്മുടെ വാട്ടർ ടാങ്ക് ഉണ്ടോ, ആ വാട്ടർ ടാങ്കിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, ഫോട്ടോച്ചിയിലാണ്, സാന്റോ ഗോപാലൻ റോഡിലായിട്ട് വരും. BTS ഫാൻസും അങ്ങനെയുള്ള ആൾക്കാർക്ക് സ്വർഗമായിട്ടുള്ള സ്ഥലമാണ്. കൊറിയൻ സിനിമയുടെ ഒക്കെ ആരാധകർ. ഞങ്ങൾ BTSൻ്റെ ഒന്നും മര്യാദ കണ്ടിട്ടില്ല, കൊറിയൻ സിനിമയുടെ ആരാധകരാണ്. ഫുഡ് എങ്ങനെയുണ്ടെന്നുള്ളത് കഴിച്ചിട്ട് പറയാം. നിങ്ങൾക്കൊരു വ്യത്യസ്ത അനുഭവം ആയിരിക്കട്ടെ. ഇതിങ്ങനെ നിങ്ങൾ ചിലപ്പോൾ കാര്യമായിട്ട് കണ്ടിട്ടുണ്ടാവില്ല. ഞാനും ആദ്യമായിട്ടാണ് ഒരു പ്രോപ്പർ കൊറിയൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത്. കൊറിയൻ ക്യൂസീൻസ് പലയിടങ്ങളിൽ നിന്നും ബുഫേന്നൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഒരു പ്രോപ്പർ തനതായ കൊറിയൻ റെസ്റ്റോറൻറ്റിൽ ആദ്യമായിട്ട് കഴിക്കാൻ പോകുന്നത്. തായ്ലൻഡിൽ പോയപ്പോൾ കണ്ടിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഇതെങ്ങനെയാണെന്ന് നോക്കട്ടെ. ഇത് നമ്മൾ കൊറിയയിൽ തന്നെ പോയി കഴിക്കും. നോർത്തിലല്ല, സൗത്ത് കൊറിയയിൽ. സൗത്ത് കൊറിയയിൽ പോയാൽ പിന്നെ നമുക്ക് കിംജോൻ്റെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാം ആയുഷ്കാലം. ഞങ്ങൾ മാത്രം ഇനി വരാൻ ബാക്കിയുള്ളതെന്ന് തോന്നുന്നു. നാട്ടുകാർ മൊത്തം ഓൺലൈനിൻ്റെ തെളിവ് കാണുന്നുണ്ട്. അത്ര ടൈമിങ് തണ്ട ഒരു രക്ഷയില്ലാത്ത മെനു വേണ്ട, ഒന്നും പറയാനില്ല. കിട്ടിയില്ല സാധനം. ഇതുപോലത്തെ റെസ്റ്റോറൻ്റാണ് ഞങ്ങൾ കാത്തിരുന്ന് വെച്ചത് അല്ലേ. ഈ മെനു നിങ്ങൾ പോസ്റ്റ് ചെയ്തൊന്ന് കണ്ടു നോക്കട്ടെ എന്തൊക്കെയുണ്ട്. ഫുൾ വെറൈറ്റി, വേറെ വെറൈറ്റി പൊള്ളിയാണ്. ഒന്നും കഴിച്ചിട്ടില്ല. ഇങ്ങനൊരു അവസ്ഥ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. കഴിച്ചിട്ടുണ്ട്, കൊറിയൻ ഫ്രൈഡ് ചിക്കൻ മാത്രം കഴിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക്. കൊറിയൻ ഫ്രൈഡ് ചിക്കൻ പലയിടത്തുനിന്ന് കഴിച്ചിട്ടുണ്ട്. യൂച്ച, സിട്രോ, മാച്ചയുണ്ട് അതിനകത്തില്ല. മാച്ചയില്ല, പ്ലംടി ഉണ്ട്. പ്ലംടി മേടിച്ച് നോക്കാം. ഒരു രക്ഷയില്ല, കിഡിലും മെനു. പക്ഷേ ഇവിടെ വെയിറ്റിംഗ് ടൈം ഉണ്ട്, കാരണം ഫ്രഷായിട്ട് പ്രിപ്പയർ ചെയ്യണം. അത് കുറച്ച് ക്ഷമ കാണിക്കണം. അവിടെ ഇനി സ്ഥിരം വരുന്നതാണ്. ഇനി മെനു തീർക്കണം നമുക്ക്. നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഇതാണ് കിംചി റാമൻ, കിംചി കൊറിയൻ റാമൻ. പിന്നെ ഇത് നമ്മുടെ കിംചി എന്ന് പറയുന്ന സാധനം. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ചാറെന്ന് പറയാൻ പറ്റില്ല, അതുപോലെ ഫുൾ ടൈം കൊറിയൻസ് എല്ലാ ഫുഡിൻ്റെ കൂടെ കഴിക്കുന്നതാണ്. കൊറിയൻ മല്ലു കപ്പിൾ എന്ന് പറഞ്ഞ ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടുമൊക്കെ അത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. എന്താണ്, ഞങ്ങൾ ഒപ്പാടെ വൈഫിൻ്റെ ഒരു ഫാനാണ്. അപ്പോൾ എന്തായാലും അതുപോലെ ഒപ്പാടെ അച്ഛനും അമ്മയും അവരും അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് ഗ്ലാസ് നൂഡിൽസ്. ഈ ഡിഷിൻ്റെ പേര് പറയുന്നത് ഞാൻ നോക്കി പറഞ്ഞു തരാം. അതെ, ജപ്ചെ. ഇതാണ് സാധനം. ഇതാണ് ഈ വന്നിരിക്കുന്നത്. ഇത് ചൂട് വേണം, ഞങ്ങൾ കഴിക്കട്ടേട്ടപ്പാ. നീ തുടങ്ങിക്കോ. ആദ്യം ബ്രോത്ത് കുടിക്കും, അതാണ് എൻ്റെ അതിൻ്റെ രീതി. നിന്റെ മുഖം പോയപ്പോഴേ എനിക്ക് മനസ്സിലായി. ഇതാണ് ഓണർ ഷെഫ് കേട്ടോ. ഞാനത് കഴിക്കാൻ മുന്നേ ഒറിജിനൽ കിംച്ചി കഴിക്കട്ടെ. അത് കിംച്ചി ടേസ്റ്റാണ്. അതുകൊണ്ട് ആദ്യം കിംച്ചി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് പോവാം. ഫസ്റ്റ് ടൈം കിംച്ചി കഴിക്കാൻ പോകുന്നത്. നാപ്പ ക്യാബേജ് എന്ന് പറഞ്ഞ ക്യാബേജ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ചൈനീസ് ക്യാബേജിനും കൂടെ പറയും. ഇവിടെ നാട്ടിൽ കിട്ടുന്ന കിംച്ചിയൊക്കെ സാധാരണ നമ്മുടെ ഇന്ത്യൻ ക്യാബേജസ് ഉണ്ടാക്കും. അതുപോലെ അല്ല, ശരിക്കും കൊറിയൻ ക്യാബേജ് ഈ നാപ്പ ക്യാബേജ് വെച്ച് വേണം കിംച്ചി ഉണ്ടാക്കാൻ. മോനെ കിട്ടില്ല സാധനം. ഇതെല്ലാവരും കപ്പ് ഓഫ് ടീ അല്ല. എനിക്ക് പേഴ്സണലി ഈ പാനേഷ്യൻ ഫ്ലേവേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. സുഷി ആയാലും ശരി, മീൻ കഴിക്കാത്ത ഞാൻ വരെ സുഷി കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ സഷീമി, പച്ച മീനാണ്. അതുപോലും എനിക്ക് ഒരു ഡിഫറെൻ്റ് ഒരു സാധനമായിട്ട് ഫീൽ ചെയ്തു.
എനിക്കൊന്നും കുക്ക് ചെയ്ത മീൻ എനിക്ക് ഇഷ്ടമല്ല, പച്ചക്ക് തന്നെ കുഴപ്പമില്ല. ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് ടേസ്റ്റാണ്. ഇതൊരു അക്വയർഡ് ടേസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നോട്ട് എവരിബഡീസ് കപ്പ് ഓഫ് ടീ എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. പക്ഷേ എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ ടേസ്റ്റ് വളരെ ഇഷ്ടമാണ്. പാനേഷ്യൻ ക്യൂസീൻ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന് നിലയ്ക്ക്. പക്ഷേ ഇതൊരു കുറച്ച് ടാങ്കി, കുറച്ച് അച്ചാറിഷ് ടൈപ്പ് ഓഫ് ടേസ്റ്റാണ്. ഇത് കുറേ ദിവസം എന്താണ് ഈ നാപ്പ ക്യാബേജ് എന്ന് പറഞ്ഞ ക്യാബേജ് എന്താണ് ഇങ്ങനെ ഫെർമെൻറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഇതവർ എല്ലാ ടൈപ്പ് ഓഫ് ഫുഡിൻ്റെ കൂടെ കഴിക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. എനിക്കിതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ കഴിക്കണം. പൊതുവെ നമ്മുടെ ഇവിടെ കിംചി കിട്ടുന്നത് സാധാരണ ഇന്ത്യൻ ക്യാബേജിൽ ഒക്കെയാണ് ചെയ്ത് കിട്ടുന്നത്. ഇത് നാപ്പ ക്യാബേജാണ്. എനിക്കിഷ്ടമായി. ഫെർമെൻറ്റഡ് ഫുഡ്സിൻ്റെ ആരാധകനാണ്. നിനക്കറിയാലോ, ജേർക്കിൻസ്, ഒലിവ്സ്, ആലപ്പീനോ, റെഡ് പെപ്പർ, ബെൽ പെപ്പർ, എല്ലാ സാധനവും ഉപ്പിലിട്ട എല്ലാ ഐറ്റംസ്, ഫെർമെൻറ്റഡ്, കോമ്പൂച്ച എല്ലാം ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടം. ഇവള് നേരെ തിരിച്ച് ഈ പറഞ്ഞ ഒരു സാധനം ഇഷ്ടമല്ലാത്ത ആൾ. നോക്കട്ടെ എങ്ങനെ ഉണ്ടാവുന്നു. ഇഷ്ടമായ? ഓ അത്ഭുതം. ഇവൾക്ക് കോമ്പോച്ച് ഇഷ്ടമല്ല. മറ്റേ നമ്മുടെ ഇഷ്ടപ്പെട്ടാ പണിപാളി. ഒറ്റക്ക് ഞാൻ വിചാരിച്ച നടക്കൂലേക്ക്. എനിക്ക് ഓർമ്മ ഒന്നുമില്ല. നമ്മൾ പണ്ട് നമ്മുടെ അങ്കമാലി ചെല്ലുമ്പോഴേക്കും അവർ മറ്റേ മുളക് പൊടി, വിനാഗിരി എല്ലാം കൂടി ചേർത്ത് സവാള ഇങ്ങനെ സാലഡാക്കി തരും. ആ ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തത്. ബീട്രൂട്ട് ഇട്ടുണ്ടാവും ചിലപ്പോൾ. നടന്ന ഇതെങ്ങനെയുണ്ടെന്ന് അറിയില്ലല്ലോ. എന്നെ കൊണ്ട് അതുകൊണ്ട് ഓൺലൈൻ മേടിക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല ആള്. ഞാനൊരു ബ്രാൻഡുണ്ട് അർബൻ പ്ലാറ്റർ എന്ന് പറഞ്ഞാൽ, അവരുടെ കിംച്ചിയാണ് ഞാൻ മേടിക്കാൻ വേണ്ടി കുറേ നാൾ നടന്നത്. അവർ നിയോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്. പക്ഷേ നിയോ ഉണ്ടാക്കുന്നത് ഇന്ത്യൻ ക്യാബേജ് വെച്ചാന്ന് തോന്നുന്നത്. പക്ഷേ അർബൻ പ്ലാറ്ററിൻ്റെ പക്ക നാപ്പ ക്യാബേജാണ്. അപ്പോൾ ഞാൻ അതാണ് മേടിക്കാൻ വേണ്ടി നടന്നത്. പക്ഷേ രണ്ടും വാങ്ങിയില്ല. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും വാങ്ങും, കാരണം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ല, അതായത് ഇത് ഒരുപാട് സോഗിയല്ല. എന്താ പറയുക, കടിക്കുമ്പോൾ കറുമുറ ഉണ്ട്. അടിപൊളിയായിട്ട് ഒന്നും പറയാം. ഫ്രഷ് നാപ്പ ക്യാബേജാണ്. നല്ലൊരുണ്ട്. കൊറിയൻ ഫുഡ്സ് ഭയങ്കര അറിയപ്പെടുന്നത് എന്തിനാ? സ്പൈസ്, കട്ട സ്പൈസിനാണ്. ഞങ്ങൾ ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് ചൂടറിയുമ്പോൾ അതിന് മുന്നേ അത് കഴിക്കട്ടെ. ടേസ്റ്റ് നോക്കട്ടെടാ. ഞങ്ങൾ 2 ഐസ് ടീ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഏതായിരുന്നു? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് ഞങ്ങളൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടാ. എങ്ങനെയുണ്ട്? എനിക്ക് ഉറപ്പായിരുന്നു നിനക്ക് ഇഷ്ടപ്പെടും. അതിൻ്റെ പോലത്തെ ഒരു ടൈപ്പ് ടേസ്റ്റ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള റെസ്റ്റോറൻ്റാണ് നാസിയമ്മിയും ലിറ്റിൽ സോയും നമ്മുടെ ചോപ്സ്റ്റിക്സ് ഒക്കെ. അപ്പം ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട റെസ്റ്റോറൻറ്റിലേക്ക് കയറി വന്നിരിക്കുകയാണ് ഇതും. പിന്നെ നിങ്ങൾക്ക് ടിബറ്റൻ ഷെഫിനെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് എന്താ പറയുക, ഞങ്ങളുടെ തറവാടാണ്. ഓ ന്യൂഡിൽസിൻ്റെ ക്വാളിറ്റി അതാണ് ഞാൻ പറയാൻ പോയത്. സോഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഗൈസ് അൾട്രാ സോഫ്റ്റ്. നിങ്ങൾക്ക് ഇതാണ് ഗ്ലാസ് നൂഡിൽസ് കേട്ടോ. ഇത് ഒരു രക്ഷയില്ല കേട്ടോ, കിഡിലുണ്ട്. പക്ഷേ ഇത് മസ്റ്റ് ട്രൈ ആട്ടോ, ഒരു രക്ഷയില്ല, കിഡിലെ സാധനം. വേറെ രസമുണ്ട്. ഇത് സ്റ്റാർട്ടറാണ്. എന്താ ടേസ്റ്റ്. ഇതിലൊക്കെ ഫിഷ് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. റാമൻ്റെ ഇതിലുമൊക്കെ ഫിഷ് ഓയിലുണ്ട്. അതിപ്പോൾ തായ്ലൻഡ്, മലേഷ്യ, സിംഗപ്പൂർ എവിടെ പോയാലും അവർ ഫിഷ് ഓയിൽ യൂസ് ചെയ്യും. ഓ അതെ അതിനകത്ത് ഇതെന്താ ചിക്കൻ. ആ ചിക്കൻ തന്നെയാണല്ലേ? ഓ അങ്ങനെയാണ് നൈസായിട്ട് ചിക്കൻ പീസ് അടിച്ചാണ്. നീ എന്താ മറ്റേ ഇലക്ട്രിക്കൽ വർക്കിനും ഉണ്ടോ? പ്ലെയറൊക്കെ പിടിച്ചിട്ടുണ്ട്. പറ്റാവുന്ന ക്ലാസ് വിട്ടാൽ മതി. ഇതിൻ്റെ കൂടെ ഒരു സാധനം കൂടെ ഓർഡർ ചെയ്തായിരുന്നു, കിംബാപ്പ്. ഇത് കിംബാപ്പിൻ്റെ. ഓക്കെ, അത് വേണം, അതെന്തായാലും വേണം. കിംച്ചിക്ക് വേറെ പൈസയൊന്നും ഇല്ല കേട്ടോ, എന്ത് ഓർഡർ ചെയ്താലും കൂടെ കിട്ടും. ഓ ഈ കിംച്ചി എന്ന് പറഞ്ഞ സാധനത്തിന് ഒരു
500 ഗ്രാമിന് 400 രൂപ വിലയുണ്ട് കേട്ടോ. 350 രൂപ 400 രൂപ കുറഞ്ഞതുണ്ട് ഈ സാധനത്തിൻ്റെ പാക്കറ്റ് മേടിക്കുമ്പോൾ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതുണ്ട് 350 ഗ്രാമിന് 445 രൂപയാണ് ഇതിന്. ഫെർമെൻറ്റഡ് നാപ്പ ക്യാബേജ്. ഇവള് മറ്റേ എന്താണ് ആർത്തി പിടിച്ചെല്ലാം കുടിച്ചോണ്ടിരിക്കുന്നത് കഴിച്ചാൽ എനിക്ക് ഇവളുടെ റിയാക്ഷൻ എടുക്കാനുള്ള സമയം പോലും ഇവിടെ തരുന്നില്ല. ആ ഗൈസ് നിങ്ങൾക്കിത് അതിശയോക്തിയായിട്ട് തോന്നും, പക്ഷെ തോന്നുന്നതല്ല, അതിശയോക്തി അല്ല, സത്യമായിട്ട് പറയണേ. ഞങ്ങൾ ഇതിൻ്റെ ഫ്ലേവർ ഭയങ്കര യുണീക്കാണ്. അത് അതിൻ്റെ അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇതൊക്കെ തന്നെ കഴിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവരുടെ ഒരു ലെവൽ എന്താണെന്നുള്ളത്. ദിസ് ഇസ് 100% വർത്ത് ദ ഹൈപ്പ്. ആച്ചോ നമ്മളിവിടെ വരാൻ വൈകിപ്പോയി. ഇതെന്ത് ടേസ്റ്റാണ്, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ്. ഇതുവരെ കുടിക്കാത്തൊരു ഫ്ലേവർ. ഇതിനകത്തെ ഓറഞ്ചും ഉണ്ട്, ലെമണും ഉണ്ട്. അടിപൊളിയായിട്ട് അന്ന് കട്ടൻ ചായയുടെ ടേസ്റ്റും ഉണ്ട്. ഞാൻ പറഞ്ഞാൽ വേറെ വെറൈറ്റി സാധനം ഉണ്ട്, അതിൻ്റെ ടേസ്റ്റാണ് നമുക്ക് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നത്. ഞാൻ കാണിച്ചു തരാം. മെയ്സിൽ ചാ പ്ലം ടീ ആണ് ഞാൻ പറഞ്ഞത്, പ്ലം ഐസ് ടീ. ഇവൾ പറഞ്ഞാൽ യൂച്ച ഐസ് ടീ ആണ്, സിട്രോൺ എന്നും കൂടി പറയും. അതാണ് ഇത്. ഞാൻ ഇത് കുടിച്ചു പോട്ടെ. ഞാനിവിടെ ഇരുന്ന് കഥ പറയുമ്പോൾ ഇവളൊരാൾ അടിച്ച് കയറ്റിയിട്ട് നോക്കിക്ക് അത് നിൽക്കാൻ ഭാഗം തീർത്ത്. വേണ്ട, നീ കഴിക്കണ്ട. കിംബാപ്പ് 4 തരം കിട്ടും കേട്ടോ. അതായത് ഇതിപ്പോൾ ഞങ്ങൾ ക്രാബ് സ്റ്റിക്കാണ് പറഞ്ഞത്. ക്രാബ് സ്റ്റിക്ക് എന്നാണ് പറയണമെങ്കിലും അത് ആക്ച്വലി ക്രാബല്ല, ഒരു മീനിൻ്റെ സംഭവം വെച്ചത് ഉണ്ടാക്കണം. ഞാൻ കാണിച്ചു തരാം എന്താ സാധനം. കിംബാപ്പ്, ഇതാണ് കിംബാപ്പ്. അത് വെജ്ജിൽ കിട്ടും, എഗ് ആൻഡ് വെജ് കിട്ടും, ചിക്കൻ എഗ് ആൻഡ് വെജ് കിട്ടും, ക്രാബ് സ്റ്റിക്ക് എഗ് ആൻഡ് വെജ് കിട്ടും. ഞങ്ങൾ ക്രാബ് സ്റ്റിക്കാണ് പറഞ്ഞത്. ബേസിക്കലി ഇത് സൂഷിയാണ്. ഇത് നമ്മുടെ സീവീഡാണ് സൈഡിൽ, നൂറി ഷീറ്റ് സീവീഡാണ് സൈഡിൽ. അത് അരിയും. നിങ്ങൾ സുഷി കണ്ടിട്ടുള്ളൂ, സുഷി തന്നെ വേറൊരു കൊറിയൻ വേർഷൻ. ഞങ്ങളിപ്പോൾ എന്താ പറയുക, കുഞ്ഞി പിള്ളേരെ പോലെ ബിഹേവ് ചെയ്യണം കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ആർത്തി നോക്കിട്ട് ഇത് ചൂടോടെ കഴിക്കണം കേട്ടോ, അതാണ് വേറെ കാര്യം. ഐസ്ക്രീം വെള്ളം കുടിച്ചു കേട്ടോ. ഇത് വൈൻ പോലെ ഉണ്ട്, ക്രിസ്മസിൽ കിട്ടുന്ന വൈൻ പോലെ. പക്ക ക്രിസ്മസിന് കിട്ടുന്ന വൈൻ പോലെ അല്ല, മേബിളാൻഡി കൊണ്ടുവന്ന വൈൻ പോലെ ഉണ്ട്. മധുരം കുറവാണെന്നുള്ളൂ. ഈ കിട്ടിയ ഗ്ലാസ് നൂഡിൽസിൻ്റെ അവസ്ഥ നോക്കിക്കേ. എല്ലാം ഉണ്ട്, പക്ഷെ തിന്നാനൊന്നും ഇല്ലാന്നേ ഉള്ളൂ. ഒറ്റക്ക് വന്നാൽ മതിയായിരുന്നു. വേറെ കാര്യം ഞാൻ ഇന്ന് ശ്രദ്ധിച്ചുകൂടാ, 10 സൂഷി ആണ് ഈ പറഞ്ഞ പ്രൈസിന്. ഒരിടത്ത് ഞാൻ 10 സൂഷി പ്രൈസിന് കണ്ടിട്ടില്ല. അതെന്തായാലും കഴിച്ചു നോക്കട്ടെ ആള്. അത് കഴിക്കേണ്ട ഒരു രീതിയുണ്ട് ശരിക്കും പറഞ്ഞാൽ. സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാൻ. ഇതിപ്പോൾ ഇവിടെ ഇന്ത്യൻ വെർഷനിൽ കാണിച്ചു തരും കേട്ടോ. അനുഭവ സുഷിയുടെ ഒരു ഭയങ്കര ഫാനാണ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ അവളെ മുഖത്ത് വന്നാനെ. ഞാൻ ആകെ സുഷി എനിക്ക് ഇഷ്ടപ്പെടാതെ വന്നത് മീൻമുട്ട യൂസ് ചെയ്തപ്പോഴാണ്. ക്യാവിയാർ. പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടാ. ഞാൻ ക്യാവിയാർ സുഷിയും കഴിച്ചായിരുന്നു, അതുപോലെ ഒക്ടോബർ സുഷിയും കഴിച്ചായിരുന്നു. അങ്ങനെ വേണം കഴിക്കാൻ. അത് ജസ്റ്റ് ഒരു തവണ ഡിപ്പ് ചെയ്യാൻ പാടുന്നേ ഉള്ളൂ, അത് മതി. ഇത് സോയ് സോസ് ആണ് കേട്ടോ, വേറെ ഒന്നുമല്ല. ഞാൻ പറയട്ടെ, അല്ലെങ്കിൽ എന്തോരില്ല, എനിക്ക് കിട്ടൂല. ഞാൻ കൊറിയൻ സ്റ്റൈലിൽ സ്റ്റിക്ക് പിടിക്കണ്ടെങ്കിലൊന്നുമല്ല, ഇത് എൻ്റെ കൊടുത്തോളുന്നുള്ളൂ. ഇങ്ങനെ 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 ഞാൻ ഇന്ന് വരെ കഴിക്കാത്തൊരു ടേസ്റ്റാണ്. ഇപ്പം ഞാൻ കഴിച്ച 3 സാധനങ്ങളും ഇന്ന് വരെ കഴിക്കാത്തൊരു ടേസ്റ്റാണ്.
ഇതിൻ്റെ റൈസ് എന്ത് ടേസ്റ്റ്. അതാ ഞാൻ പറഞ്ഞ റൈസ് എന്താ ടേസ്റ്റ്. ഞാൻ നൂഡിൽസ് ഓവർ റൈസ് എനി ഡേ പേഴ്സണാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം നൂഡിൽസാണ്. റൈസ് എന്നെ തൃപ്തിപ്പെടുത്തുന്ന വളരെ ചുരുക്കം അവസരങ്ങളാണ്. ബിരിയാണി പിന്നെ അതുപോലെ വളരെ റെയറായിട്ട് ഇപ്പോൾ 100 ഫ്രൈഡ് റൈസ് കഴിച്ചാൽ 1 or 2 അത്ര എനിക്ക് ഇഷ്ടപ്പെടുള്ളൂ. ഇത് കൊള്ളാം. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ക്രാബ് സ്റ്റിക്സ് വെച്ചുള്ള ഒരു സുഷി തന്നെയാണ് കഴിക്കുന്നത്. ആ ക്രാബ് ഫ്ലേവർ നല്ലപോലെ ഉണ്ട്. ആക്ച്വലി ഇത് ക്രാബല്ല, ഇമിറ്റേഷൻ ക്രാബ് എന്ന് പറയും. ആ സാധനം വെച്ചത് ചെയ്തിരിക്കണം. പക്ഷെ നല്ല സ്ട്രോങ് ക്രാബ് ഫ്ലേവർ ഉണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് ഞാപ്പക്കാതെയും വെച്ചോട്ടെ. ഞാൻ ഇങ്ങനെ ഉണ്ടാവുന്നത് എന്നെ ചോപ്സ്റ്റിക്സ് കടയിലെ ചേട്ടനാണ് പഠിപ്പിക്കുന്നത് എങ്ങനെ പിടിക്കണമെന്നുള്ളത്. നമ്മളോട് വന്നപ്പോഴേക്കും തൊട്ടപ്പുറത്തിരുന്ന് അവർ കഴിക്കണമായിരുന്നു ഇത്രയായിട്ട്. നമ്മുടെ സബ്സ്ക്രൈബറാണ്. അപ്പോൾ ചേട്ടാ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. അപ്പോൾ കണ്ടതിൽ ഒരുപാട് സന്തോഷമാണ്. പിന്നെന്താ തോന്നട്ടെ, റാമിയോങ് ഇവിടെ ഉണ്ടായിട്ട് പോലും ഞാൻ ഇവിടെ കിടന്ന് ചുറ്റുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം, എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് നല്ലതാണെങ്കിലും ഇതിനേക്കാളും എനിക്ക് ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നിയത് ഈ സാധനവും ഇതും കേട്ടോ. അതുപോലെ ഐസ് ടീ വേറെ ലീഗ്. ഇതുവരെ കൊച്ചി നമ്മൾ എന്തോരം ഐസ് ടീ കുടിച്ചിട്ടുണ്ടല്ലേ, എന്തോരം ഇതുപോലത്തെ ടേസ്റ്റ് കുടിച്ചിട്ടില്ല ഇന്നേ വരെ. ഈ 2 ടേസ്റ്റും ഭയങ്കര യൂണീക്കാണ്. കിട്ടില്ല സാധനം അല്ലേ. 10 സുഷി 350. ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. ഈ പ്രൈസ് ഞാൻ ഒരു സ്ഥാനത്തും ഞാൻ കണ്ടിട്ടില്ല. ആക്ച്വലി സുഷി എന്ന് പറയാൻ പറ്റില്ല, കാരണം റോളായിട്ട് വെക്കുകയാണെങ്കിൽ സുഷി എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു വ്യക്തി പറയുന്നത് സുഷി അല്ല, ഇത് സോർട്ട് ഓഫ് സുഷി എന്ന് പറയാനേ പറ്റുള്ളൂ കേട്ടോ. ഇപ്പോൾ കുറേ പേര് ഇപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് കഴിക്കാം. അത് ക്ലോസ് ആയിട്ട് നിങ്ങൾ കാണിച്ചു തരാം. ഇതിൽ കണ്ടത് എന്തൊക്കെയാണെന്ന് പറയട്ടെ. ഈ കാണുന്നതാണ് ക്രാബ് സ്റ്റിക്ക്. ഇത് എഗ്ഗാണെന്ന് തോന്നുന്നു. എഗ്ഗാണ്. ഇതെന്താണെന്ന് എനിക്കറിയാം. ക്യാരറ്റ് ഉണ്ട്, പിന്നെ ക്യാപ്സിക്കം ഉണ്ട്, പിന്നെ ഒരു ലീഫ് ഉണ്ട്. എനിക്കാണ് സ്പിനാച്ച് ലീഫാണെന്ന് തോന്നുന്നു. കടയിലേക്ക് വരാൻ കാരണക്കാരനാണ് ഇതിലേക്ക് ഓർഡർ വിളിക്കുന്നത്. ജജിങ് അവന് പക്ഷെ അങ്ങനെ ഇഷ്ടമായിരുന്നു. കാരണം അത് മത്തിക്കനൊരു ടൈപ്പ് ടേസ്റ്റാണ്. ആ ബ്ലാക്ക് ബീൻ സോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. അത് ഇവിടെ ഓൾറെഡി അവർ പറഞ്ഞായിരുന്നു. ബ്ലാക്ക് ബീൻ സോസ് എല്ലാവരുടെയും ഒരു കപ്പ് ഓഫ് ടീ അല്ല. ഇതാണ് എൻ്റെ കണ്ടന്റ്. ഇത് നൂറി സീ വീഡ് എന്ന് പറഞ്ഞ സാധനമാണ്. നൂറി ഷീറ്റാണ് എൻ്റെ ഇഷ്ടമുള്ളത്. അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് കഴിക്കേണ്ടത് നേരത്തെ അങ്ങനെ ഞാൻ കാണിച്ചു തന്നു. എന്നാലും ഇത് ഇങ്ങനെ കഴിച്ചോളാം. എൻ്റെ സ്റ്റൈൽ. അടിപൊളി, ഒന്നും പറയില്ല. ഞാൻ വെയിറ്റ് ചെയ്തെന്താന്ന് പറയാം, ഞാൻ ഓരോ വെജിറ്റബിളും കടിച്ചു നോക്കണമായിരുന്നു. ഭയങ്കര ഫ്രഷ് കഴിക്കും. അത് എല്ലാം അങ്ങനെയാണെന്ന് അറിയാൻ കടിച്ചു വെച്ചിരുന്ന കുറച്ചേരം സമയം എടുത്തു. ഇതിനോട് ടെസ്റ്റ് പറയട്ടെ, നമ്മൾ പ്ലേറ്റ് ഉപയോഗിച്ചില്ല. ഇതാണ് പ്ലേറ്റ്. നമുക്ക് സത്യം പറഞ്ഞത് കഴിക്കാനുള്ള വയറിറങ്ങി പോയി. ഞങ്ങൾ മഞ്ഞ വഴി ഒന്ന് ഗ്യാസ് കയറിയുകൊണ്ട് ഗ്യാസ് കയറി കഴിക്കാൻ പറ്റാതെ ആവി പോരെന്ന് വെച്ചിട്ട് ഞങ്ങൾ നമ്മുടെ പുന്നിക്കൽ ബജിക്കടയിൽ കയറിയിട്ട് ബജി വെച്ചിട്ട് വന്നേട്ടാ. ജസ്റ്റ് ലൈറ്റായിട്ട് 12 ബജി വെച്ചിട്ട് വന്നേക്കണം. മൊത്തത്തിൽ ഇവള് 4 ഞാൻ 8 പിന്നെ ഒരു നമ്മുടെ ഒരു ചുക്കാപ്പി. ഇവരുടെ പ്രൈസിങ് കണ്ടിട്ട് നിങ്ങൾ പ്രൈസ് കൂടുതലാണെന്നുള്ളൊരു ഇതിലേക്ക് വരണേ മുന്നേ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഇവിടുത്തെ എല്ലാ സാധനങ്ങളും പുറത്തുനിന്ന് കൊണ്ടുവന്നാണ്. അതുകൊണ്ടാണ് ഇത്ര യുണീക്ക് ടേസ്റ്റ് നമുക്ക് ഇതുവരെ സുപരിചിതമല്ലാത്തൊരു സംഭവം തോന്നുന്നത്. അത് മാത്രമേ ഇതിൻ്റെ അകത്ത് ഒറിജിനൽ ഫ്രൂട്ട്സ് ഇട്ടിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ എന്താ പറയുക, മസാല ദോശക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ, ഇഡ്ഡലി കേരള തനിമയുള്ള അല്ലെങ്കിൽ തമിഴ്നാട് തനിമയുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ തനിമയുള്ള ഫുഡ്സ് പ്രൈസ് കൂട്ടി വെക്കുമ്പോഴാണ് ഞാൻ ഓ പ്രൈസ് എന്ന് പറയുന്നത്. ഇതങ്ങനെയല്ല. ഇത് പുറത്തൊരു ക്യൂസീൻ ഇവിടെ കൊണ്ടുവന്നിട്ട്
നൽകുന്നതിന് നമുക്ക് പാൻ ഏഷ്യൻ ഫുഡ് ആയിട്ടുള്ള സാധനം ഓവർ പ്രൈസ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ദിസ് പ്രൈസിങ് ഇസ് ഓക്കെ ടു മീ. ഞാനിപ്പോൾ ഒരു കാര്യം ഓർത്തത്, ഞാൻ അവളുടെ തിരുമോനന്ത കാണിച്ച് എല്ലാം പറഞ്ഞത് എൻ്റെ അല്ലേ കാണിക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഞാൻ റിക്വസ്റ്റ് ചെയ്ത് കുറച്ചും കൂടി കിംച്ചി തവറുണ്ട് എനിക്ക് കഴിക്കാനായിട്ടാണ്. അപ്പോൾ ഞാനിത് കുറച്ച് മറ്റേ പാക്ക് ചെയ്തതിൻ്റെ കൂടുതലും ഇത്തിരി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അമ്മയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാനാണ്. അമ്മക്ക് മുന്നിൽ ഇത് ഇഷ്ടപ്പെടും, എനിക്ക് ഉറപ്പാണ്. എന്തായാലും നിങ്ങൾക്കൊരു ഓത്തൻറ്റിക് കിംച്ചി കഴിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് എന്തെങ്കിലും ഫുഡ് കഴിച്ചാൽ മതി. അവർ ആ ഓത്തൻറ്റിക് സാധനം നിങ്ങൾക്ക് തരുമല്ലോ. കിട്ടില്ലേ? എനിക്കിപ്പോഴും മനസ്സിലായി എന്താണ് ഈ സാധനത്തിന് ആൾക്കാർക്ക് ഇത്ര ഫാൻസ് എന്നുള്ളത്. സാധനം കഴിക്കണം വരെ എനിക്ക് അറിയില്ലായിരുന്നു. ഈ ഒപ്പയുടെ അച്ഛനും അമ്മയൊക്കെ എപ്പോഴും നമ്മുടെ വീഡിയോസ് കാണിക്കുമ്പോഴേക്കും അതിനകത്ത് ഒപ്പയും ഫാമിലിയും എന്താണ് പുള്ളിക്കാരും കൂടി എപ്പോഴും ഫുഡ് കഴിക്കുമ്പോൾ ഇതാണ് കൂട്ടി കഴിക്കാൻ കാണിക്കുന്നത്. അത് മാത്രമല്ല ഈ നമ്മുടെ കിംച്ചി ഫാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. അപ്പം ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട് പണ്ട് സുഷി ഇതുപോലെയായിരുന്നു. നമ്മളെപ്പോഴും എന്താണ് ഈ സുഷിക്ക് ഇത്ര ഫാൻസ്? ഇപ്പം മനസ്സിലായി, ആ സീനാണ്. സുഷിയുടെ കാര്യം മനസ്സിലാക്കിയ പോലെ തന്നെ ഞങ്ങൾ ഇതും മനസ്സിലാക്കി. ഇതൊരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ. പിന്നെ ഇതിനകത്ത് ഒരുപാട് പ്രോബയോട്ടിക് കുറേ കാര്യങ്ങളുണ്ട്, ഗുഡ് ഫോർ ദ ഗട്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണിത് എല്ലാത്തിനും കൂടെ കഴിക്കുന്നത്. എന്തായാലും സൂപ്പർ കിട്ടിയെന്നാണ് ബോത്ത് ദ ഹൈപ്പ്. ഒരു ഇൻഫർമേഷൻ കൂടെ ഞാൻ ഇവിടെ ഷെഫിനോട് ചോദിച്ച് മനസ്സിലാക്കിയാണ്. ഇതിനകത്ത് ഞാൻ വിചാരിച്ചിരുന്നത് സൺഡ്രൈഡ് ഓറഞ്ച് യൂസ് ചെയ്യണമെന്നാണ്. അല്ല, പകരം ഇതിനകത്ത് സിട്രോൺ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടിൻ്റെ ഹണിയിൽ ഡിപ്പ് ചെയ്ത ഒരു നമ്മുടെ മുറബയൊക്കെ പോലത്തെ ഒരു സാധനമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓഹ് അടിപൊളി കേട്ടോ, ഒന്നും പറയാനില്ല. ഇതിൻ്റെ പ്രൈസും എനിക്ക് കിട്ടലായിട്ട് തോന്നി. കാരണം പറയട്ടെ, പലയിടങ്ങളിലും ഐസ് ടീക്ക് നല്ല പൈസയാണ് മേടിക്കുന്നത്. വളരെ ചുരുങ്ങിയ ഒരു നല്ലൊരു പ്രൈസിങ്ങിൽ ഐസ് ടീ കൊടുത്ത് ഞാൻ കണ്ടേക്കണത് ഒന്ന് നമ്മുടെ ഷിഫു മോമോസ്, പിന്നെ ഇപ്പോൾ ഇവിടെയാണ്. കാരണം ഇത്ര യൂണീക്കായിട്ടുള്ള ഡേയ്സ് 80 റുപ്പീസേ ഉള്ളൂ. ഷിഫുവിൽ അവിടെ സാധാരണ ലെമൺ ഐസ് ടീ അതൊക്കെ 30-40 രൂപയുള്ളൂ. ഒരു രക്ഷയില്ല കേട്ടോ, കിട്ടില്ല, ഒന്നും പറയാനില്ല. എല്ലായിടത്തും കൂടുതലാണ്. പിന്നെ നിങ്ങൾ യൂസ് ടു ആയിട്ടുള്ള എം ടി അല്ല ഇത് കംപ്ലീറ്റ്ലി ഇത് ഐസ് ടീ പോലും പീച്ച് ഐസ് ടീ പോലും അല്ലേ ഇത്. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഇവിടെ പീച്ച് ഐസ് ടീ ഉണ്ടെങ്കിലും ഇത് രണ്ടും ഭയങ്കര യുണീക്ക് ടേസ്റ്റാണ്. ഞാൻ വർത്ത് ദ പ്രൈസ് ആൻഡ് വർത്ത് ദ ടൈം ആൻഡ് മണി എന്ന് ഞാൻ പറയും. അടിപൊളിയാണ്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഒരു കാര്യം പറയാനാണ്, ഞങ്ങൾ ഇങ്ങനത്തെ ടൈപ്പ് ഫുഡിൻ്റെ ഫാൻസാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്കത് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ നാടൻ മീൻകറിയും മറ്റേ ചോറും ഇതൊക്കെ ഇഷ്ടമുള്ള ആൾക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം അയാൾക്ക് വർഷങ്ങളായിട്ട് കേരളീയ ഫുഡ് മാത്രം കഴിച്ച് അത് മാത്രം പാവപ്പെട്ട ഒരാളായിരിക്കും. അങ്ങനെയുള്ള ഒരാൾ ധരിക്കും ഇത് എന്ത് പണ്ടാരോന്നൊക്കെ ചിലപ്പോൾ തോന്നിപ്പോവും. മനസ്സിലായി? ചിലരുണ്ട് ചൈനീസ് ഫുഡ്സ്, ഇൻഡോ ചൈനീസ് ഫുഡ്സ്, പാൻ ഏഷ്യൻ ഫുഡ് ഇഷ്ടമല്ലാത്തവർ, അങ്ങനെയുള്ളവർക്ക് ഇത് പിടിക്കില്ല കേട്ടോ. അതും കൂടെ ഞാൻ പറയുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ ഒരു ടേസ്റ്റ് പാലറ്റ് വെച്ചുള്ള അഭിപ്രായമാണ് പറയുന്നത്. അതുകൂടെ പറയുന്നതേ ഉള്ളൂ. ഇപ്പോൾ ചില അവസരങ്ങളുണ്ട്, ഇപ്പോൾ ഞാൻ ഇവിടെ അച്ഛനും അമ്മയെ കൂട്ടി ചില സ്ഥലത്ത് പോകുമ്പോൾ അവർ ഇതെന്ത് സാധനം എന്ന് അവർക്ക് തോന്നിപ്പോകാറുണ്ട്. എന്നാൽ ചിലത് ഹിറ്റ് ആൻഡ് മിസ് പോലെ ചിലത് ഭയങ്കര ഇഷ്ടപ്പെടാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ബീറ്റ് ബോക്സിലെ ഷവായ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. പക്ഷെ ഇവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അത് എൻ്റെ ടൈപ്പ് പാലറ്റാണ്, ഇവരുടെ അല്ല. അപ്പം അങ്ങനെ കുറേ ഫുഡിൻ്റെ ടേസ്റ്റ് അഭിപ്രായങ്ങൾ വ്യത്യാസങ്ങൾ വേറെ വരും. അപ്പോൾ കമ്മിറ്റ് യുവർ ഓൺ റിസ്ക്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് എന്താണ് പറയുന്നത്, ക്യൂസീൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസസ് കൂടുതലാണ്. ഇല്ലെങ്കിൽ യു മൈറ്റ് നോട്ട് ലൈക്ക് ഇറ്റ്. അതും കൂടെ പറയുകയാണ് ഞാൻ. അതുപോലെ തന്നെ കൊറിയൻ മല്ലു കപ്പിളിലുള്ള കപ്പിൾസിൽ നിഷുവും ഒപ്പയാണുള്ളത്. അപ്പോൾ അതിനകത്ത് നിഷു എപ്പോഴും പറയാറുള്ള കാര്യമുണ്ട്, നിഷുവിന് ഭയങ്കര ഇഷ്ടമാണ് ജജങ്മിയോങ് എന്നുള്ളത്. അപ്പോൾ ഈ ജജങ്മിയോങ്ങും ഇത് വലിയൊരു എക്സാമ്പിളാണ്. അതായത് അതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും പിടിക്കണമെന്നില്ല. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരൻ മനുവിന് ഇവിടെ നിന്ന് കഴിച്ചിട്ട് ജജങ്മിയോങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ബ്ലാക്ക് ബീൻ സോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതല്ല. അപ്പോൾ അത് നിങ്ങൾ എക്സാമ്പിളായിട്ട് എടുക്കുക. കാരണം വെച്ചാൽ ഒരു യൂണീക്ക് ടേസ്റ്റാണ്, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഞാൻ ഇത്ര നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചാനൽ ഇതാണ് കൊറിയൻ കപ്പിൾ. കൊറിയൻ ഇന്ത്യൻ കപ്പിൾ എന്നാണ്. ഞാൻ മല്ലു കപ്പിൾ എന്നാണ് വിചാരിച്ചേട്ടാ. മല്ലു കപ്പിൾ എന്നായിരുന്നില്ല പണ്ടത്തെ പേര്. എന്തായാലും ഈ ചാനൽ കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കാം, എനിക്ക് ഇഷ്ടപ്പെടും. അടിപൊളിയാണ്, പ്രത്യേകിച്ച് ഷോർട്സൊക്കെ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നേരെ ഞങ്ങൾ വീട്ടിലേക്കാണ് കേട്ടോ. ഞാൻ ബില്ലടിച്ചിട്ട് വരാം. അപ്പോൾ ഇവിടുത്തെ ഷെഫും ഓണറും കട്ട ആനിമേ ഫാനാണ്. കട്ട ആനിമേ ഫാൻ. എനിക്ക് പറ്റിയ ആളാണ്. എന്തുകൊണ്ട് ഇത്രയും കിടിലൻ ഫുഡ് ഇവിടെ വന്നു എന്നുള്ള കാരണത്തിന് സിമ്പിൾ ആൻസറാണ്. മനസ്സിൽ നിന്നാണ് ഇത് ചെയ്യണത്. അതുകൊണ്ടാണ് അത് എനിക്ക് പുള്ളിക്കാരോടൊപ്പം സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിലായി. എന്തായാലും
വൺ ഓഫ് ദ ബെസ്റ്റ് ഫുഡ് ഇൻ കൊച്ചി എന്ന് ഞാൻ പറയാം കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയണത്. നിങ്ങൾക്കറിയാം എൻ്റെ വായിന്ന് വല്ലപ്പോഴും വരുള്ളൂ നല്ലത്, പക്ഷേ ഇത് അത്രയും ഡിസർവിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, നോട്ട് എവരിബഡി ഈസ് കപ്പ് ഓഫ് ടീ. എന്നെ പോലെയുള്ള ഇവളെ പോലെ ഇങ്ങനത്തെ ഫുഡ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് പാരഡൈസ് ആണ്. പാൻ ഏഷ്യൻ ഫുഡ്സ് ഇഷ്ടമുള്ളവർക്ക് പാരഡൈസ് ആണ് ഈ സാധനം. എന്തായാലും കുറേ ട്രൈ ചെയ്യാനായിട്ട് കുറേ വരവ് വരും. എന്തായാലും ഞങ്ങളിപ്പോൾ പോട്ടെ. ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, ഭയങ്കര ഇഷ്ടപ്പെട്ടു. കഴിക്കാൻ പോണ സാധനമാണ് കിംച്ചി. ഇതൊന്ന് കഴിച്ചു നോക്കട്ടാ. അതെന്താ സാധനം എന്ന് പറയാം. ഇതാണ് നാപ്പ ക്യാബേജ്, നമ്മുടെ ചൈനീസ് ക്യാബേജ്. ഇതെന്ത് ഫുഡാന്ന് പറയട്ടെ? കൊറിയൻ അല്ല, ഇത് പുതിയ ഒരു കൊറിയൻ റെസ്റ്റോറൻ്റ് ആണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് പോയത്. ലെറ്റ്സ് കിംച്ചി എന്ന് പറഞ്ഞിട്ട്. ഇതാണ് കിംച്ചി. പിച്ചി നുള്ളി എന്നൊക്കെ പറയണ പോലെ. കിടക്കാൻ പോയവനാണ്. കിംച്ചി കിംച്ചി അവന് ഇഷ്ടപ്പെടും. എനിക്ക് ഉറപ്പായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന്. അവന് ഇഷ്ടമായി. എങ്ങനെയുണ്ട്? ഇത് അവിടെ കഴിക്കാൻ വേണ്ടി എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കും. നീ ഫുഡ് കഴിക്കും. അവനിഷ്ടായി, അവനിഷ്ടപ്പെട്ട്. ഇനി അത് കഴിക്കാം. അത് റാമിയാണ്. അവിടെ മറ്റേ മുതലേനെ വിഴുങ്ങിയിരിക്കുന്നുണ്ടാ. അപ്പോഴാണ് ഞാൻ വേറെ ഫുഡ് കൊണ്ടുവരുന്നത്. ചൂടെടുക്കണല്ലേ? എന്ത് ചൂടല്ലേ? നൂഡിൽസും കഴിച്ചോണ്ടിരിക്കണ കേട്ടോ. ഇവര് ഓൾറെഡി മറ്റേ സാധനം കഴിച്ച്. കിംച്ചിയാണ് ഇഷ്ടപ്പെട്ടത്? ഇതാണ് ഇഷ്ടപ്പെട്ടത്? കിംച്ചിയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അല്ലേ? ആ, അത് സാധാ റാമിയം എന്ന് പറയും. പക്ഷെ അതിനകത്ത് കുറച്ച് മറ്റേ വെള്ളം ഉണ്ടായിരുന്നു. വെള്ളമൊക്കെ കുടിച്ച് ചേർത്ത്.